ഹലോ, ഹായ്. ഇന്നൊരു ചെറിയൊരു 4 മണി പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടി ഞാൻ ഇച്ചിരി ഗോതമ്പ് പൊടി, മൈദ, പഞ്ചസാര, ശകലം ബേക്കിംഗ് സോഡ, നേരിയൊരു 1/4 ടീസ്പൂൺ പോലും വേണ്ട, അതിലും കുറവ്, ഇച്ചിരി ബേക്കിംഗ് സോഡ, ശകലം നേരിയ ഉപ്പ്, ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് പച്ചവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ച് നല്ല എല്ലാം മുട്ടയൊക്കെ നന്നായിട്ട് ഉടയുന്നിടം വരെ നല്ല സെറ്റാക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു ചെറിയ ചീഞ്ചട്ടിക്കകത്തോട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനം എടുത്താട്ടോ, അതിലോട്ട് ശകലം വെളിച്ചെണ്ണയോ പാം ഓയിലോ എന്തായാലും മതി. ഞാനിവിടെ ഇച്ചിരി പാം ഓയിൽ എടുത്തിരിക്കുന്നത്. അപ്പം ശകലം എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. അതൊഴിച്ച് കൊടുത്ത് ചൂടായി കഴിയുമ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ കലക്കി വെച്ചിട്ട് പെട്ടെന്ന് ഒഴിക്കരുത്. ഒരു 10 മിനിറ്റ് നമുക്കതൊന്ന് പുളിച്ച് പൊന്തേണ്ട ആവശ്യമില്ല. ഒന്ന് മയപ്പെടാൻ വേണ്ടി നമുക്ക് വെക്കാം ഈ മാവ്. എന്നിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ എണ്ണ ചൂടായിരിക്കുന്നതിലോട്ട് നമ്മൾ ഒഴിച്ച് തീ കുറച്ച് വെച്ച് തിരിച്ചും മറിച്ച് മൂപ്പിച്ചെടുക്കണം. പെട്ടെന്ന് ഇത് മറിച്ചിടല്ല. പെട്ടെന്ന് മറിച്ചിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മാവ് ഇങ്ങനെ ഇരിപ്പുണ്ടാവും. അടി ഇങ്ങനെ മുരിഞ്ഞാലും ഉള്ളിൽ മാവ് ഇങ്ങനെ പച്ചയായിരിപ്പുണ്ടാവും. അത് നമ്മൾ മറിച്ചിടുമ്പോൾ ചിലപ്പം പെട്ടെന്ന് പൊട്ടിപ്പോകാൻ വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശകലം നന്നായിട്ട് മൂത്ത് കഴിയുമ്പം നമുക്ക് മറിച്ചിട്ടെടുക്കാം. മുകളിലോട്ട് വേണമെങ്കിൽ ശകലം എണ്ണ അങ്ങ് കോരി ഒഴിക്കാം കേട്ടോ അതിൻ്റെ മുകളിലോട്ട്. അന്നേരം പെട്ടെന്ന് അങ്ങോട്ടാവും. അപ്പം മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊരു ചുമന്ന കളർ വരുമ്പോൾ ചുമന്ന് പറഞ്ഞാൽ കരികിരാ കറുത്ത് പോകല്ലോ കേട്ടോ. ഏകദേശം ഈ പരുവൊക്കെ ആകുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാം. നല്ല സോഫ്റ്റായ പെട്ടെന്നുള്ളൊരു 4 മണി പലഹാരം കേട്ടോ. ഇതിനകത്ത് ഇതിനുണ്ടല്ലോ, ഇത് നമ്മൾ ഈ പഴംപൊരിക്കകത്ത് നമ്മൾ പഴംപൊരിയും ബീഫും കൂടെ കഴിക്കുകയല്ലേ, അതുപോലെ തന്നെ ഇതിനകത്ത് ഈ മൈദ കൂട്ടിയ മാവിനകത്തോട്ട് ഈ അപ്പത്തിലോട്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു ബോണ്ടക്കാന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് 4 മണി പലഹാരം, നമുക്കത് ഏത് ഷേപ്പിലോ ഷേപ്പിലോ ഏതെങ്കിലും ഷേപ്പിലൊക്കെ ആയി വരും. അപ്പം നമുക്ക് ഇപ്പം ഷേപ്പൊന്നും വേണമെന്നില്ലല്ലോ. ടേസ്റ്റായി നല്ലൊരു 4 മണി പലഹാരം. അപ്പോൾ ഇതിന് ഇറച്ചിക്കറിയുണ്ട്, ബീഫ് കറിയാണ്, നല്ല സൂപ്പറാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അത് കൂട്ടിയും കഴിക്കാം, അല്ലാതെയും കഴിക്കാം. നല്ല സോഫ്റ്റാണ്. അപ്പം നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.